ഹലോ, ഇത് എൻ്റെ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ വീഡിയോ ആണ്. അതായത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ചൂട് ചായ, പിന്നെ കഴിക്കാനായിട്ട് ചൂട് പുട്ടാണ്, ചിരട്ടപ്പുട്ട്, അരിപ്പുട്ടാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ തേങ്ങ ഒക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ള നല്ല സോഫ്റ്റ് അരിപ്പുട്ട്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് എടുക്കുന്നത് വെള്ള കടലക്കറിയാണ്, വൈറ്റ് ചാന മസാല കറിയാണ്. അപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള രീതിയിലാണ് കറി റെഡിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രേവി കുറച്ച് കുറവാണ്. അപ്പോൾ പുട്ടൊക്കെ ആകുമ്പോഴത്തേനും കൂടുതലും കടലയും ചേർത്തിട്ടാണ് കഴിക്കുന്നത്. ചെറിയ സെമി ഗ്രേവിയോട് കൂടിയിട്ട് കൂടുതൽ കടല ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഗ്രേവി മതിയാവും. ഇതാണ് എൻ്റെ ഇന്നത്തെ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ചൂട് ചായയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ കുറച്ച് സ്പൈസി ആയിട്ട് ചില്ലി പൗഡറും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ പച്ചമുളകൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയതാണ്. പിന്നെ ഒരു ഇറച്ചിക്കറി പോലത്തെ കടലക്കറിയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗരം മസാല പൊടിയും പെരിഞ്ജീരക പൊടിയൊക്കെ അത്യാവശ്യം ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു 1-2 സിപ്പ് ചായ എടുത്തു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചൂട് പുട്ട്. തേങ്ങ അത്യാവശ്യം നന്നായിട്ട് കൂടുതൽ വയ്ക്കും. അപ്പോൾ ഞാൻ ഒരു പുട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു പുട്ടിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തേങ്ങ വയ്ക്കും. പിന്നെ കടലയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നന്നായിട്ട് കഴിക്കും. ഇപ്പോൾ കുറച്ച് കടല വിളമ്പിയെങ്കിലും വീണ്ടും കടല കോരി കഴിക്കും. പ്രത്യേകിച്ച് വെള്ളക്കടല ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബ്രൗൺ കടലയും വെള്ളക്കടലയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം വെള്ളക്കടലയാണ്. അപ്പോൾ ചൂട് പുട്ടും അതുപോലെ തന്നെ കടലക്കറിയും എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു പിടി പിടിക്കുകയാണ്. അപ്പോൾ ചായ എന്ന് പറയുന്നതും നല്ല ഏലക്കയൊക്കെ ഇട്ടിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഓവർ കടുപ്പവും അല്ല ഓവർ മധുരവും അല്ലാത്ത ഒരു നോർമൽ ചായ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 11:30-12 ആയപ്പോഴത്തേനും ഒരു ആപ്പിൾ ജ്യൂസാണ് കുടിച്ചിരുന്നത്. അപ്പോൾ എന്താ പറയുക, ആപ്പിൾ ജ്യൂസ് എന്ന് പറയുമ്പോൾ പാലും ആപ്പിളും കാഷ്യൂനട്ടും കുറച്ച് പഞ്ചസാരയും, വളരെ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള ആപ്പിൾ ജ്യൂസ്. അതെന്നാന്ന് വെച്ചാൽ ഇക്കാക്ക് ഓഫീസിൽ കുറച്ച് ലേറ്റായിട്ടാണ് പോകേണ്ടി വന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും ഒരു ജ്യൂസ് ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ജ്യൂസ് ചോദിക്കുമ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആപ്പിളൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആപ്പിൾ കടിക്കാനും ഇട്ടിരുന്നു, ക്രഞ്ചി ആയിട്ട്. അതും വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ഒരു റോബസ്റ്റ പഴം കഴിച്ചു. ആപ്പിൾ ജ്യൂസ് കുടിച്ചതിന് ശേഷം എന്താ പറയുക, ഒരു റോബസ്റ്റ പഴം കൂടെ കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ ലഞ്ച് ഇന്ന് റൈസായിട്ട് എടുക്കുന്നില്ല. കാരണം കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലഞ്ചിന് റൈസ് കഴിച്ചതുകൊണ്ട് എന്തോ റൈസിനോടൊരു മടുപ്പ് പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ലഞ്ചിന് ഒരു ചെറിയ കുക്കിംഗ് ഉണ്ട്. ഒരു തട്ടിക്കൂട്ട് ലഞ്ചാണ്, എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലഞ്ചും കൂടിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചിനെടുക്കുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ സൈഡ് ഡിഷായിട്ട് ഞാൻ റെഡിയാക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, മുട്ട ചിക്കി പൊരിച്ചതാണ്. ആ ചിക്കി പൊരിക്കുന്ന മുട്ടയിലേക്ക് കുറച്ച് പച്ചമുളകും സവോളയും തക്കാളിയും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കും. എന്നിട്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ട്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം, അതായത് ചപ്പാത്തിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഒരു സിമ്പിൾ മുട്ട ചിക്കി പൊരിച്ചതാണ്. അപ്പോൾ സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ നേരം അത് വഴലാനിട്ടിരുന്നു. അത് വഴണ്ടതിന് ശേഷം നമ്മൾ ഇനിയൊരു കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചപ്പാത്തിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. പിന്നെ ചപ്പാത്തിക്ക് എനിക്ക് വിത്തൗട്ട് എഗ്ഗ്, ഈ സെയിം കറി തന്നെ എഗ്ഗ് ഇടാതെ, അതായത് തക്കാളി സ്റ്റൂ എന്നാണ് അതിന് പറയുന്നത്.
അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങളിൽ ചോറുണ്ട് കഴിയുമ്പോൾ ചോറിനോടൊരു മടുപ്പ് തോന്നും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, ഉച്ചയ്ക്ക് എങ്ങനെയാണേലും ഒരു പിടി ചോറ് വേണം, അല്ലെങ്കിൽ രാത്രി എന്തൊക്കെ കഴിച്ചാലും ഒരു പിടി ചോറ് വേണം. പക്ഷേ നമ്മളെന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറിയിൽ പെട്ടതല്ല. അടുപ്പിച്ച് കുറച്ച് ദിവസം ചോറുണ്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ചോറിനെ മാറ്റി നിർത്തും. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചോറ് ഉണ്ണുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ചോറ് കഴിക്കുന്ന ഒരാളല്ല. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഗോതമ്പ് പുട്ടോ ഗോതമ്പ് ദോശയോ അതുപോലെ തന്നെ എന്താ പറയുക, എന്തെങ്കിലും ബ്രെഡ് സാൻഡ്വിച്ചോ ചപ്പാത്തി റോളോ അങ്ങനെയൊക്കെ മാറ്റി മാറ്റി കഴിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ആ ഒരു എന്താ പറയുക, ആ വാട്ട് ഈറ്റിനെ എടുക്കുന്ന ആ ഒരു ഫ്ലോയ്ക്ക് ഞാൻ എന്നും റൈസ് തന്നെ ലഞ്ചിന് ഇൻക്ലൂഡ് ചെയ്ത് ആ ഒരു ഫ്ലോയ്ക്ക് പോകുമായിരുന്നു. അപ്പം എന്തോ കഴിഞ്ഞ ദിവസം ആയപ്പോഴത്തേനും വീട്ടിലെ ചോറ് ഒട്ടും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു പൊതിച്ചോറ് വാങ്ങിച്ചു. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേനും ചോറ് ഒട്ടുമേ കഴിക്കാൻ തോന്നിയില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്താ പറയുക, നമുക്ക് ഇനി തോന്നുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ചോറ് കഴിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക, വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. അങ്ങനെ വീറ്റ് ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തിയാണ്. അപ്പോൾ ഒരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ 10 ചപ്പാത്തി ഉണ്ട്. അപ്പോൾ മോൾക്ക് ഞാൻ ചപ്പാത്തി കൊടുക്കില്ല, ഇക്കാക്കും വലിയ കാര്യമില്ല ചപ്പാത്തി. അപ്പോൾ നമുക്കൊരു 5 ഡേയ്സോളം 2 ചപ്പാത്തി വീതം ഞാൻ എടുക്കത്തുള്ളൂ. അപ്പോൾ ഒരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 5 ഡേയ്സോളം ഉണ്ട്. അപ്പോൾ ലഞ്ചിനാണ് കൂടുതലും ചപ്പാത്തി. ഡിന്നറിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉള്ളത് കൊണ്ട് എന്താണേലും പുട്ടാണേലും ദോശയാണേലും ഇഡ്ഡലി ആണേലും അപ്പം ആണേലും അങ്ങനെ ഇടിയപ്പം ആണേലും അങ്ങനെ പല ഉപ്മാവാണേലും പല ഐറ്റംസ് റെഡിയാക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലഞ്ചിൻ്റെ കുക്കിംഗ് നടക്കുകയാണ്. കുക്കിങ്ങൊക്കെ കഴിഞ്ഞു, കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കഴിക്കാനുള്ള ലഞ്ച് ടേബിളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്നത് ഒരു ബൗള് ചാന മസാല കറിയും വൈറ്റ് ചാന മസാല കറിയും അതുപോലെ തന്നെ ഒരു ബൗള് എഗ്ഗ് തക്കാളിയും ഓണിയനും ഒക്കെ ഇട്ട് ചീക്കി പൊരിച്ചതും. അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ പറയുക, ഞാൻ പൊടികളൊന്നും മനഃപൂർവ്വം ഇട്ടില്ല. കാര്യം എന്താ വെച്ചാൽ എനിക്ക് പച്ചമുളകും ഉപ്പും മാത്രം കീറി ഇടുന്നതാണ് ഈ ഒരു കറിക്ക് ഇഷ്ടം. പിന്നെ വേറെ മുളക് പൊടിയും പെരിഞ്ചീരപ്പുരയൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ എഗ്ഗ് ചിക്കി പൊരിച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാറുണ്ട്, അത് വേറെ. അപ്പം ഇന്ന് എനിക്ക് ഇങ്ങനെ കൂട്ടാനാണ് തോന്നിയത്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലെഫ്റ്റ് ഓവർ വെള്ളക്കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ചൂടാക്കിയെടുത്ത്. അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച്. ഇങ്ങനെയൊക്കെ അപ്പം ചോറിനോടൊരു മടുപ്പ് തോന്നുമ്പോഴത്തേനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് ട്രൈ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ചപ്പാത്തി ഉണ്ടെങ്കിൽ പല കറീസിൻ്റെ കൂടെ ചപ്പാത്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പീസ് നല്ല ചൂട് ചപ്പാത്തിയാണേ. അപ്പോൾ ഒരു പീസ് ചപ്പാത്തി എടുത്ത് എഗ് ടൊമാറ്റോ കറിയിൽ ചേർത്ത് കഴിച്ചു. അതിനുശേഷം പിന്നീട് ഒരു പീസ് ചപ്പാത്തി എടുത്തിട്ട് നമ്മുടെ വെള്ളക്കടലക്കറിയുടെ കൂടെ ചേർത്ത് കഴിച്ചു. പിന്നീട് രണ്ടും കൂടി മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കി. അപ്പോൾ ഏതാണ് ടേസ്റ്റ്? എല്ലാം അടിപൊളിയാണ്, വളരെ ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഈ ഒരു ചപ്പാത്തി മാത്രം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് കടലയൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ കടല എന്ന് പറയുന്നത് പ്രോട്ടീനാണ്, എഗ്ഗ് എന്ന് പറയുന്നതും പ്രോട്ടീനാണ്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ റിച്ച് ഫുഡൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് എന്താ പറയുക, ക്ഷീണത്തിനും എല്ലാത്തിനും ഭയങ്കര നല്ലതാണ്. നമുക്ക് സ്ത്രീകൾക്കാണേലും പുരുഷന്മാർക്കാണേലും കൂടുതലായിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഡയറ്റിൽ നിന്ന് പ്രോട്ടീനൊക്കെ കുറഞ്ഞു പോകുമ്പോഴത്തേനാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, പ്രോട്ടീൻ അതുപോലെ തന്നെ കാൽസ്യം അതുപോലെ തന്നെ അയൺ ഒക്കെ നമ്മുടെ ഡയറ്റിൽ കമ്പൽസറി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ അതിനുശേഷം ചോറൊക്കെ കൊണ്ട് ഈവനിങ് ആയപ്പോൾ ഒരു പീസ് ബ്രെഡ് ഒരു പീസ് കേക്ക് കഴിച്ച്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഇക്ക ഓഫീസ് വിട്ട് വന്നു. അപ്പോൾ ഇക്കാക്കും ഒരു പീസ് കേക്കും കൊടുത്തു, 1-2 അച്ചപ്പം, അത് 3 അച്ചപ്പം എടുത്തത് എനിക്കും സാറാക്കും ഇക്കാക്കും ഓരോ അച്ചപ്പം. അത് കഴിഞ്ഞിട്ട്
എൻ്റെ കുക്കിംഗ് എന്ന് എനിക്ക് വേറെ പ്ലാനായിരുന്നു. ഇന്ന് കുക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ മുട്ടക്കറിയും അതുപോലെ തന്നെ അപ്പവുമായിരുന്നു എൻ്റെ പ്ലാന്. പിക്കാക്ക് വലിയ വിശപ്പില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ലൈറ്റായിട്ട് ഒരു ചെറിയ ബർഗർ, ഇത് വലിയ ഹെവി ഡബിൾ പാറ്റി ബർഗറല്ല, ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബർഗർ നമ്മൾ ഓർഡർ ചെയ്തു. 3 ബർഗർ ഓർഡർ ചെയ്തു. സാറായ്ക്ക് ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഞ്ഞിയും ചമ്മന്തിപ്പൊടിയും കൊടുത്തതാണ്. എങ്കിലും അവൾ ഉറങ്ങുന്നതിന് മുന്നേ ആയതുകൊണ്ട് അവൾക്കും കൂടി ഒരു ബർഗർ വാങ്ങിച്ചേച്ചു. അപ്പോൾ ഇതാ ഒരു എന്താ പറയുക, ഒരു ലൈറ്റായിട്ടുള്ള ഒരു സിമ്പിൾ ബർഗറാണ്. അപ്പോൾ ഒരു സിംഗിൾ പാറ്റിയും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും മയണൈസും ചീസും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ബർഗർ. അപ്പോൾ അതും കഴിച്ചു. ഡിന്നർ അതായിരുന്നു ഇന്നലത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ട്യൂസ്ഡേ സ്പെഷ്യൽ ടേസ്റ്റി ഡിഷസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഇക്ക മലേഷ്യക്ക് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ചോക്ലേറ്റ്സിൽ ഒരു ചോക്ലേറ്റാണ്. ഇത് ആൽമണ്ട് കോട്ടഡ് വിത്ത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് വളരെ മധുരം കുറഞ്ഞിട്ട് ഒരു ഫുൾ ആൽമണ്ടൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള, ഹെൽത്തി എന്ന് പറയാൻ കാരണം ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും മധുരം തീരെ കുറവാണ്. അപ്പോൾ ഹൈ ക്വാളിറ്റി ചോക്ലേറ്റ് ആണ്. കോക്കോ പൗഡറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതിനുശേഷം എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ബൗള് കുറച്ച് ഫ്രൂട്ട്സും കൂടെ കഴിച്ചായിരുന്നു. ഒരു ബൗള് ഗ്രേപ്സ് കഴിച്ച്, കുറച്ച് കട്ട് മാംഗോസ് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.